ാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഏവരെയും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി ഉപയോഗിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ബ്രദർ ഡാനിയൽ തോമസിനോട് ഒരുമിച്ച് ഇന്ന് പകൽ കർത്താവിനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ദൈവം അടിയനും നൽകുന്ന ഈ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ ഇന്ന് ഞങ്ങളെ സഹായിക്കുന്ന ബ്രദർ ആശിഷ് എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നാം ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ നാം സ്തുതിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നാം അനുഭവിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമ്മെ തൻ്റെ വല്ലഭത്വമുള്ള കരങ്ങളിനാൽ അവൻ നമ്മെ നടത്തി. തൻ്റെ അത്ഭുത ഭുജങ്ങളിൽ അവൻ നമ്മെ വഹിച്ചു. ഇതുവരെയും അവൻ നമ്മെ എത്തിച്ചു. ഇത്രത്തോളം അവൻ നമ്മെ ജയത്തോടെ നടത്തി. പ്രാരംഭമായി ദൈവം നമ്മെ നടത്തിയ ഉപകാരങ്ങളെ ഓർത്ത് അല്പസമയം നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കുമോ? നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ദയവായി ശബ്ദങ്ങളെ ഉയർത്തി ആരാധനയ്ക്ക് യോഗ്യനായവൻ, പരിശുദ്ധനായവൻ, അത്യുന്നതനായ നമ്മുടെ ദൈവത്തെ, സർവ പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനായ നമ്മുടെ കർത്താവിനെ അല്പസമയം നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. എല്ലാവരുടെയും ശബ്ദങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് യേശു കർത്താവ് പറഞ്ഞ ചില വാക്കുകളിൽ അതിൽ വളരെ പ്രാധാന്യമേറിയ ഒരു കൽപ്പനയായിരുന്നു. തൻ്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിൽ എല്ലായിടവും ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുവൻ. ഇന്ന് പകൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ നിയോഗമുണ്ട്. ആ നിയോഗത്തെ ഇന്ന് പകൽ എത്ര പേർ തിരിച്ചറിയുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? സുവിശേഷീകരണത്തിന്റെ ആവശ്യം അതിൻ്റെ വളരെ പ്രാധാന്യമേറിയ നിമിഷങ്ങളിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ ക്രിസ്തീയ സമാധാനം, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ രക്ഷയുടെ സന്തോഷം അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ തൻ്റെ ആത്മാവിനാൽ നിറച്ച് അനേകരെ ക്രിസ്തുവിങ്കലേക്ക് നേടുവാൻ, ഈ സുവിശേഷത്തെ ലോകം അറിയത്തക്ക വിധത്തിൽ ഈ ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും അത് എത്തിക്കാൻ നമ്മുടെ മേലൊരു വലിയ ദൗത്യമുണ്ടെന്ന് ഇന്ന് പ്രാരംഭമായി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ഒരു പക്ഷേ ആ വലിയ പാഷൻ നിങ്ങളുടെ ഉള്ളത്തിലുണ്ടാകും. അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ. അതിനായി സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം നിങ്ങൾ. ദൈവം നിങ്ങൾക്ക് നിയോഗം തന്ന ദേശത്ത്, നിങ്ങൾക്ക് ദൈവം നൽകുന്ന ഗൈഡൻസിൽ, ആ സുവിശേഷീകരണ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഇന്ന് പകൽ ദൈവം നിങ്ങളെ ഒരു പുതു അഭിഷേകത്താൽ നിറയ്ക്കുകയാണ്. ഇന്ന് പകൽ ദൈവം നിങ്ങളെ തൻ്റെ ആത്മശക്തിയാൽ ദൈവം നിറയ്ക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി എനിക്ക് പ്രയോജനപ്പെടണം. ഈ യേശുവിനെ എനിക്ക് പ്രസംഗിക്കണം. ഈ യേശുവിനെ എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന, തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഇന്ന് പകൽ നിങ്ങളെ ആ ആത്മശക്തിയാൽ നിറയ്ക്കുവാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് പകൽ ഇത് വിശ്വസിക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന ദേശത്തെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചേ. ഭാരതത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഈ ഭാരതം യേശുവിനെ അറിയാൻ ഉള്ളത്തിൽ ആ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന അനേകർ ഞങ്ങളെ ഇന്ന് പകൽ കാണുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. Oh Jesus, hallelujah. നമ്മുടെ ദേശം ഉണരണം. നമ്മുടെ ദേശം ആത്മമഴയാൽ നമ്മുടെ ദേശത്തിന്റെ വരണ്ട നിലങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവിക വിത്തുകൾ, വചനത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെടേണ്ടതിന്റെ ഭാഗമായി തീരുവാൻ ഒരാത്മമഴയെ ദൈവം അയക്കാൻ പ്രാർത്ഥനാ മുറികളിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ചേർന്ന്
നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ ഏതുമാകട്ടെ, ആത്മാവിലൊന്ന് കണക്ട് ചെയ്ത്, oh we love you Jesus. Oh shemanoto, ഞങ്ങൾ പോയിടാം നിൻ വേലയ്ക്കായി, ഞങ്ങൾ പോയിടാം ക്രൂശിൻ സാക്ഷികളായി, ഞങ്ങൾ പോയിടാം നിൻ വേലയ്ക്കായി, ഞങ്ങൾ പോയിടാം ക്രൂശിൻ സാക്ഷികളായി, ഞങ്ങൾ പോയിടാം നിൻ വേലയ്ക്കായി, ഞങ്ങൾ പോയിടാം ക്രൂശിൻ സാക്ഷികളായി. ഞങ്ങൾ പോകാം യേശുവേ, ഞങ്ങൾ പോയിടാം നിൻ വേലയ്ക്കായി, ഞങ്ങൾ പോയിടാം ക്രൂശിൻ സാക്ഷികളായി. നിറയ്ക്കണമേ നിൻ ആത്മാവിനാൽ, പകരണമേ നിൻ അഭിഷേകത്തെ, നിറയ്ക്കണമേ നിൻ കൃപയതാൽ, പകരണമേ നിൻ സ്നേഹത്തെ, നിറയ്ക്കണമേ നിൻ ആത്മാവിനാൽ, പകരണമേ നിൻ അഭിഷേകത്തെ, നിറയ്ക്കണം നിൻ കൃപയാൽ, നിറയ്ക്കണമേ നിൻ കൃപയതാൽ, പകരണമേ നിൻ സ്നേഹത്തെ. യേശുവേ നിൻ സ്നേഹത്താൽ നിറയുവാൻ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ, നിന്റെ വേല തികയ്ക്കുവാൻ വേണ്ട കൃപകളെ, നിന്റെ വേല തികയ്ക്കുവാൻ വേണ്ട ആത്മശക്തിയെ, ഓ ഇന്ന് ഞങ്ങളുടെ മേൽ പകർന്ന, ഇന്ന് പകൽ ഭാരതത്തിന്റെ മണ്ണിൽ യേശുവിനായി നിൽക്കുന്ന കർത്തൃദാസന്മാർ, ദാസിമാർ, അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മുമ്പിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള കൃപ അവർക്കന്ന് കൊടുക്കുന്നതിനായി സ്തോത്രം. വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ ഒരു നാള് കൈവിടാത്ത ദൈവമാകയാൽ. പത്മോസാകിലും തീച്ചൂള വന്നാലും, മരുഭൂമിയായാലും ഞങ്ങൾ പോയിടാം. പത്മോസാകിലും തീച്ചൂളയായാലും, മരുഭൂമിയായാലും ഞങ്ങൾ. യെശയ്യാ പ്രവാചകൻ കേൾക്കുന്ന ഒരു വലിയ ശബ്ദമുണ്ട്, ആരെനിക്ക് വേണ്ടി പോകും, ആരെ ഞാൻ അയക്കേണ്ടു? ഇന്ന് പകലും ഈ തലമുറയിലും അത് മുഴങ്ങുകയാണ്. ദൈവത്തിന്റെ ചോദ്യം ഇന്ന് പകൽ മുഴങ്ങുകയാണ്. അവന്റെ സാക്ഷിയായി തീരുവാൻ, ആ നിർമ്മല സുവിശേഷം വിളിച്ചു പറയുവാൻ, ആ ക്രൂശിന്റെ സാക്ഷിയായി മാറുവാൻ ആരെനിക്ക് വേണ്ടി പോകും, ആരെ ഞാൻ അയക്കേണ്ടു? ഇന്ന് പകൽ ആ ചോദ്യത്തിനു മറുപടിയായി എത്ര പേർ കരങ്ങൾ ഉയർത്തിയേ? പത്മോസാകിലും തീച്ചൂളയായാലും, മരുഭൂമിയായാലും ഞങ്ങൾ പോയിടാം. ഓ പത്മോസാകിലും തീച്ചൂളയായാലും, മരുഭൂമിയായാലും ഞങ്ങൾ പോയിടാം. നിൻ സാക്ഷിയായി ഞങ്ങൾ തീർന്നിടാം. ഏകരക്ഷകൻ തന്നാമം ഘോഷിക്കാം.
ചേർന്ന് പറയുമോ? നിൻ സാക്ഷിയായി, നിൻ സാക്ഷിയായി ഞങ്ങൾ തീർന്നിടാം. ഏകരക്ഷകൻ തന്നാമം ഘോഷിക്കാം. ഓ നിറക്കേണമേ നിൻ ആത്മാവി, പകരണമേ നിൻ അഭിഷേകമേ, നിൻ അഭിഷേകത്തെ. ഓ നിറക്കേണമേ നിൻ കൃപയാദാ, പകരണമേ നിൻ സ്നേഹത്തെ. നിറക്കേണമേ നിൻ ആത്മാവിനാൽ, പകരണമേ നിൻ അഭിഷേകത്തെ. ഓ നിറക്കേണമേ നിൻ കൃപയാൽ, പകരണമേ നിൻ സ്നേഹത്തെ. യേശുവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം നാം കാണുന്നൊരു കാര്യമുണ്ട്. യേശു കർത്താവിന് മുമ്പിൽ ആര് വന്നാലും പലയിടങ്ങളിലും നാം അത് വായിക്കുന്നു. യേശുവൻ അവരോട് മനസ്സലിവ് തോന്നി, യേശു അവരോട് മനസ്സലിഞ്ഞു, അവരുടെ വിഷയത്തെ യേശു പരിഹരിച്ചു. ഇന്ന് പകൽ എത്ര പേർ പറയും, കർത്താവേ എൻ്റെ സഹോദരനോടൊരു മനസ്സലിവ് തോന്നാൻ? ഈ യേശുവിനെ അറിയാതെ ഇന്നും അന്ധകാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് മുൻപോട്ട് നടന്നു നീങ്ങുന്ന എൻ്റെ സഹോദരങ്ങളോട് മനസ്സലിയാൻ, അവരെ കർത്താവിങ്കലേക്കൊന്ന് തിരിച്ചുവിടുവാൻ എന്തു വില കൊടുത്തും ഒരു പാപിയെ, എത്ര സമയം ചിലവഴിച്ചു ഒരു പാപിയെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരിചയം തോൽക്കുന്നിടത്ത്, നമ്മുടെ സമ്പത്തിന് ചെയ്യാൻ കഴിയാത്തിടത്ത്, നമ്മുടെ കഴിവുകൾക്ക് ചെയ്തെടുക്കാൻ കഴിയാത്തത് ഇന്ന് പകൽ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാഭിഷേകത്താൽ സംഭവിക്കുമെന്ന് നിനക്ക് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ചേർന്നൊരു നിമിഷം ഒന്ന് ചോദിച്ചേ, അപ്പാ ഈ കാലഘട്ടത്തിൽ എനിക്ക് മറ്റെന്തിനേക്കാൾ വേണ്ടത് അങ്ങയുടെ അഭിഷേകമാണ്. അഭിഷേകത്താൽ ഇന്ന് പകൽ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടത് ആത്മശക്തിയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ, we worship you God. കൂരിരുളിൻ പാതയിൽ ഏകനായി നടക്കുമ്പോൾ ധൈര്യം തന്നൻ കരം പിടിച്ചിടുവാൻ. കൂരിരുളിൻ പാതയിൽ ഏകനായി നടക്കുമ്പോൾ ധൈര്യം തന്നൻ കരം പിടിച്ചിടുവാൻ. പാടുമോ? കൂരിരുളിൻ പാതയിൽ ഏകനായി നടക്കുമ്പോൾ ധൈര്യം തന്നൻ കരം. ഇന്ന് പകൽ നിന്റെ ഏകാന്തതയിൽ യേശു ഇറങ്ങുകയാണ്. ഓ കൂരിരുളിൻ പാതയിൽ ഏകനായി നടക്കുമ്പോൾ ധൈര്യം തന്നൻ കരം പിടിച്ചിടുവാൻ. അപ്പാ നീയല്ലാതാരുമിൽ എനിക്ക്, നിന്റെ കൃപ, നിൻ കൃപ മാത്രം മതി എനിക്ക്. ചേർന്ന് പാടുമോ? അപ്പാ നീയല്ലാതെ, അപ്പാ നീയല്ലാതാരുമില്ല എനിക്ക്, നിന്റെ കൃപ മാത്രം മതിയേ, നിൻ കൃപ മാത്രം മതി എനിക്ക്. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങളെ നിറയ്ക്കണമേ, നിറയ്ക്കണമേ നിൻ ആത്മാവിനാൽ, പകരണമേ നിൻ അഭിഷേക, നിൻ കൃപയാൽ നിറയ്ക്കണമേ നിൻ
കൃപയാദാ. അപ്പാ നിന്റെ സ്നേഹത്തെ ഞങ്ങളിൽ പകരണമേ. ഓ നിൻ സ്നേഹത്തെ നിറയ്ക്കണമേ. നിൻ ആത്മാവിനാൽ പകരണമേ. നിൻ അഭിഷേക ഓ നിറയ്ക്കണമേ. നിൻ കൃപയാൽ പകരണമേ. നിൻ സ്നേഹ നിറയ്ക്കണമേ യേശുവേ. നിന്നഭിഷേകത്താൽ പകരണമേ. നിന്നാത്മാവിനാൽ ഓ നിറയ്ക്കണമേ. നിൻ കൃപയാൽ പകരണമേ. യേശുവേ ഹല്ലേലൂയ. ജീവിതത്തിൽ നിന്റെ ഭാവിയിലേക്ക് എല്ലാം ഒരുക്കപ്പെട്ടിരുന്നിട്ടും നിന്റെ ഉള്ളത്തിൽ ദൈവം പകർന്ന ആ ദർശനത്തിനു വേണ്ടി ചുവട് വെക്കുവാൻ നീ തയ്യാറായി നിൽക്കുകയാണ്. അതിന് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. നിന്റെ കുടുംബത്തിൽ ആരും അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. നിന്റെ ചാർച്ചക്കാരോ ബന്ധുക്കളോ ഒന്നും അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ കർത്താവിനു വേണ്ടി, ദൈവനാമ മഹത്വത്തിനായി നീ എടുത്തു വെക്കുന്ന ചുവടുകളെ, വിശ്വാസത്തിന്റെ ചുവടുവെപ്പുകളെ സ്വർഗം മാനിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചിറങ്ങിയ ചിലര് ഞങ്ങളെ കേൾക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. സഹോദരങ്ങളെ, നിങ്ങളെ ദൈവം ഉറപ്പിക്കുകയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽ നിന്റെ മേലും ആ അഭിഷേകത്തെ പകർന്ന് നിന്നെ പുറത്തെടുക്കുകയാണ്. ഒരുപക്ഷെ ആരും വന്ന് നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആരുമില്ലായിരിക്കാം. പക്ഷെ ഇന്ന് പകലൊന്ന് പറഞ്ഞേ, കർത്താവേ എന്നെ അയക്കണമേ, അടിയനിതാ അങ്ങയുടെ മഹത്വമേറിയ വേലയ്ക്കായി. യേശുവേ ഓ ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. അവൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. നിന്നെ കൈവിടാതെ അവൻ നിന്നെ വഴി നടത്തുവാൻ ശക്തനാണ്. പിന്മാറുവാനല്ല, മുൻപോട്ട് പോകുവാൻ. ഇന്ന് പകൽ നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് ദൈവം നിന്നെ ഇന്ന് പകൽ കരം പിടിച്ച് കയറ്റുകയാ. നിന്റെ ആഗ്രഹത്തെ ഒന്ന് തുറന്നു പറഞ്ഞേ. வேலை செய்வது காசை உமக்காக நிற்பது வாஞ்சை. வேலை செய்வது காசை உமக்காக நிற்பது வாஞ்சை. சித்தமென் அடைக்கலமா நீரனக்கு உயிருக்கு உயிரா. ஓம் சித்தமென்
அடைக்கலமா நீரனக்கு உயிருக்கு உயிரா. ചോദിച്ച இந்த பகல், அப்பா நான் என்ன செய்ய வேண்டும்? அப்பா நான் எங்க செல்ல வேண்டும்? அப்பா நான் என்ன செய்ய வேண்டும்? அப்பா நான் எங்க செல்ல வேண்டும்? அருளுமே அருளும் 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 தகப்பாயே. அருளும் 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 தகப்பா. அப்பா நான் என்ன செய்ய வேண்டும்? அப்பா நான் என்ன செய்ய வேண்டும்? அப்பா நான் எங்க செல்ல வேண்டும்? ஓ அப்பா நான் என்ன செய்ய வேண்டும்? அப்பா நான் எங்க செல்ல வேண்டும்? அருளும் 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 தகப்பா. அருளும் 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 தகப்பா. ഓ നിറക്കേണമേ നിൻ ആത്മാവിനാൽ, പകരേണമേ നിൻ അഭിഷേകത്തെ. നിറക്കേണമേ നിൻ കൃപയതാൽ, പകരേണമേ നിൻ സ്നേഹത്തെ. ഓ നിറക്കേണമേ നിൻ ആത്മാവിനാൽ, പകരേണമേ നിൻ. ഓ നിറക്കേണമേ നിൻ കൃപയതാൽ, പകരേണമേ നിൻ സ്നേഹത്തെ. കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കുമോ? ഹല്ലേലൂയ. യേശു കർത്താവിന്റെ പ്രസംഗം കേൾക്കാൻ പുരുഷാരം കൂടി വന്നു. അന്നത്തെ ആ ശുശ്രൂഷ ഏതാണ്ട് 3 ദിവസത്തോളം തുടർന്നു. ഈ 3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു കർത്താവിന് ജനത്തോട് മനസ്സലിഞ്ഞിട്ട്, ഇവർ ദൂരെ നിന്ന് വരിക, ഇവർക്ക് നമ്മൾ ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്. ഒരത്ഭുതത്തിന് തൊട്ട് മുമ്പുള്ള ഒരു സംഭവമാണിത്. യേശു എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് യേശുവിനെ നന്നായി അറിയാമായിരുന്നു. എന്നാൽ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പ്രതികരണങ്ങളും എന്താണെന്ന് അറിയാനുള്ള യേശുവിൻ്റെ ആഗ്രഹത്തിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ആദ്യം വന്ന പല അഭിപ്രായങ്ങളും നിരാശയുടെയും അസാധ്യതകളുടെയും ഒരു 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 തെളിവുകൾ അവർ നിരത്തുകയായിരുന്നു. പക്ഷേ ഒരാൾ പറഞ്ഞു, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. യേശു കർത്താവ് പറഞ്ഞു, അത് കൊണ്ടുവരിക. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യേശു കർത്താവ് ആ 5 അപ്പവും 2 മീനും കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനത്തെയും പോഷിപ്പിച്ചു. ശേഷം വന്നത് 12 കൊട്ട നിറച്ചെടുത്തു എന്ന് ആ അത്ഭുതം തീരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിന്ന് പറയുമ്പോൾ ദൈവാത്മാവ് പറയുകയാണ്, ഇന്ന്
ഈ ഗാനം പാടുമ്പോൾ വ്യക്തമായി എനിക്കറിയാം, ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ ആരെയൊക്കെയോ ദൈവം വിളിച്ച വേലയ്ക്കായിട്ട് കർത്താവ് വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കാണുന്ന ചിലർ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. പക്ഷേ നിങ്ങൾക്ക് നന്നായി അറിയാം, നിങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ചില സാഹചര്യങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് അതിനൊരു പൂർണ്ണമായ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനായി സഹായിക്കുകയാണ്. ദേശത്തിൻ്റെ വിടുതലിനായി, രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായി, ഈ കാലഘട്ടത്തിൽ കർത്താവിനായി പ്രയോജനപ്പെടാൻ ദൈവം നിങ്ങളെ വേർതിരിക്കുകയാണ്. മനസ്സിലാക്കുക, ആ 5 അപ്പവും 2 മീനും ആ ബാലകൻ അത് ചോദിക്കുമ്പോൾ അത് കൊടുക്കുവാൻ അവന് മനസ്സുണ്ടായി. അതാണ് അത്ഭുതത്തിന് കാരണമായി തീർന്നതും ആ ബാലകൻ ഈ ദൈവവചനത്തിൽ ഇടം നേടുവാൻ കാരണമായി തീർന്നതും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എനിക്ക് കർത്താവിന് വേണ്ടി വലിയതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ട്, കർത്താവേ എനിക്ക് അങ്ങേക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നീ ആഗ്രഹിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നീ എത്ര ചെറിയ കാര്യങ്ങൾ ചെയ്തു? ഒരുപക്ഷെ ആ ബാലകന്റെ 5 അപ്പവും 2 മീനും വളരെ ചെറുതാണ്. പക്ഷേ അതിനെ ഒരു വലിയ മഹത്വത്തിനായി, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവം ഉപയോഗിച്ചുവെങ്കിൽ, സഹോദര സഹോദരി, നിന്റെ മനസ്സിൽ, നിന്റെ ഹൃദയത്തിൽ ദൈവം കൈമാറിയ ആ സ്വപ്നങ്ങളെ ഒരിക്കൽ കൂടി ചിറകുവെച്ച് ഇന്ന് പകൽ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ആമേൻ പറഞ്ഞേ. അത് വെറുതെ നിനക്ക് ലഭിച്ചതല്ല. നിന്റെ വാക്കുകൾ അനേകരെ കർത്താവിങ്കലേക്ക് നയിക്കും. പലരും വിമർശനങ്ങൾക്ക് വേണ്ടി അവരുടെ പേനകൾ ചലിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ ദൈവം നിനക്ക് നൽകിയ ഭാഷ നീ ഉപയോഗിച്ചു തുടങ്ങ്. പല പാട്ടുകൾ പലരെയും തെറ്റിലേക്ക് നയിക്കുമ്പോൾ നിന്റെ ഗാനങ്ങൾ, നിന്റെ വരികൾ ആമേൻ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അനേകരെ നയിക്കാൻ ഇടയാകട്ടെ. ആമേൻ ആമേൻ ഹല്ലേലൂയ. സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ഫോർ ഗാഡ്. ദൈവത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇന്ന് പകൽ ചെയ്തു തുടങ്ങ്. ഇന്ന് പകൽ നീ അത് ആരംഭിക്കുമ്പോൾ നിന്നിൽ പ്രസാദിക്കുന്ന ദൈവം നിന്നെ അനേകരുടെ അനുഗ്രഹത്തിനായി ഉപയോഗിക്കുമെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാ പറയുക. കർത്താവേ, ഇതിനകത്ത് ആഗ്രഹിക്കുന്ന അനേകർ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ ദൈവം അവരെ അതിനായി അവിടുന്ന് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ട കൃപകളെ, അതിനുവേണ്ട ആത്മശക്തിയെ. അപ്പോൾ തന്നെ ഇന്ന് പകൽ എനിക്ക് പ്രായമായി പോയി, എനിക്കിനി അതിന് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ ഒരു കാലേബിനെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. യോശുവയോടൊപ്പം ആമേൻ നിന്ന ഒരു കാലേബ്. ഇന്ന് പകൽ കർത്താവിനായി ജ്വലിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ഒരു വലിയ അഭിഷേകത്തെ ദൈവം പകരുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു നമ്മുടെ ദേശം വിടുവിക്കപ്പെടണം, നമ്മുടെ ദേശം ഉണർത്തപ്പെടണം, നമ്മുടെ സഭകൾ ഉണരണം, നമ്മുടെ സഭകളിൽ ആത്മമാരി പെയ്തിറങ്ങണം. നാളുകളായി വരണ്ടുണങ്ങിക്കിടക്കുന്ന ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ വയലുകൾ ഈ ദിവസങ്ങളിൽ ആത്മമഴയാൽ കുതിർക്കപ്പെടണം. വീണ്ടും അത്ഭുതങ്ങൾ സംഭവിക്കണം, വീണ്ടും അടയാളങ്ങൾ സംഭവിക്കണം, വീണ്ടും നമ്മുടെ സഭകളിൽ വീര്യപ്രവൃത്തികൾ സംഭവിക്കണം. ആഗ്രഹിക്കുന്നവർ ആ കാര്യങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവർ ഒന്ന് ചേർന്ന് കർത്താവിനോടൊന്ന് പറയുമോ, ഒന്ന് പ്രാർത്ഥിക്കുമോ? ആത്മമാരി പെയ്തിറങ്ങട്ടെ, സഭയെല്ലാം ഉണർന്നിടട്ടെ. ആത്മമാരി പെയ്തിറങ്ങട്ടെ, സഭയെല്ലാം ഉണർന്നിടട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദേശമെല്ലാം നടന്നിടട്ടെ. ഓ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദേശമെല്ലാം നടന്നിടട്ടെ. ഒരു പെന്തക്കോസിന്റെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. മാർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്ന ഒരു ദൈവശക്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ അതുപോലൊന്ന് വീണ്ടും ചരിത്രം ആവർത്തിക്കേണ്ടതിന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ, അത് ആത്മാവിൽ പ്രതീക്ഷിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട്. ഓ ഹല്ലേലൂയ. Oh Jesus, hallelujah.
വരൾച്ചകൾ നീക്കാൻ, ക്ഷാമങ്ങൾ തീർക്കാൻ പെയ്തിറങ്ങുന്ന മഴയിൻ നാദം കേൾക്കും നീതാ. വരൾച്ചകൾ നീക്കാൻ, ക്ഷാമങ്ങൾ തീർക്കാൻ പെയ്തിറങ്ങുന്ന മഴയിൻ നാദം കേൾക്കും നീതാ. ആത്മാവിൽ ചേർന്ന് വരൾച്ചകൾ നീക്കാൻ, ക്ഷാമങ്ങൾ തീർക്കാൻ പെയ്തിറങ്ങുന്ന മഴയിൻ നാദം കേൾക്കും നീതാ. Come on. വരൾച്ചകൾ നീക്കാൻ, ക്ഷാമങ്ങൾ തീർക്കാൻ പെയ്തിറങ്ങുന്ന മഴയിൻ നാദം കേൾക്കും നീതാ. ഓ ആത്മമാരി പെയ്തിറങ്ങട്ടെ, സഭയെല്ലാം ഉണർന്നിടട്ടെ. ആത്മമാരി പെയ്തിറങ്ങട്ടെ, സഭയെല്ലാം ഉണർന്നിടട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദേശമെല്ലാം നടൻ ആഗ്രഹിക്കുന്നവർ ആത്മാവിൽ പറഞ്ഞ ഇത് പകൽ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദേശമെല്ലാം നടന്നിടട്ടെ. ചേർന്ന് പറഞ്ഞേ, വരൾച്ചകൾ നീക്കാൻ, ക്ഷാമങ്ങൾ തീർക്കാൻ പെയ്തിറങ്ങുന്ന മഴയിൻ നാദം കേൾക്കും നീതാ. ഓ വരൾച്ചകൾ നീക്കാൻ, ക്ഷാമങ്ങൾ തീർക്കാൻ പെയ്തിറങ്ങുന്ന മഴയിൻ നാദം കേൾക്കും നീതാ. ഓ ഒരു വൻമഴയ്ക്കായുള്ള ഇടിമുഴക്കം ഇന്ന് പകൽ ആത്മാവിൽ കേൾക്കുന്നവരെ ഓർത്ത്. ഉണർവ് തീർന്നു പോയിട്ടില്ല, ആത്മപ്രവാഹം നിന്നുപോയിട്ടില്ല, ആത്മപകർച്ച ഇല്ലാതെയായിട്ടില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി വീണ്ടും 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 ചിലത് അവൻ ദൈവം പകരുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ചേർന്ന് ആത്മനിറവിൽ കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവരിൽ നിന്നും ആത്മനദി ഒഴുകിയിടുമേ. വിശ്വസിക്കുന്നവരിൽ നിന്നും ആത്മനദി ഒഴുകിയിടുമേ. ചലിക്കുന്ന ജീവികളും പുതുജീവൻ പ്രാപിച്ചിടും. ചലിക്കുന്ന ജീവികളും പുതുജീവൻ പ്രാപിച്ചിടും. വിശ്വസിക്കുന്നവരിൽ നിന്നും ആത്മനദി ഒഴുകിയിടുമേ. വിശ്വസിക്കുന്നവരിൽ നിന്നും ആത്മനദി ഒഴുകിയിടുമേ. ചലിക്കുന്ന ജീവികളും പുതുജീവൻ പ്രാപിച്ചിടും. ആമേൻ. ചലിക്കുന്ന ജീവികളും പുതുജീവൻ പ്രാപിച്ചിടും. ജനം ചേർന്നത് ആത്മമായി പെയ്തിറങ്ങട്ടെ, സഭയെല്ലാം ഉണർന്നിടട്ടെ. ഓ ആത്മമായി പെയ്തിറങ്ങട്ടെ, സഭയെല്ലാം ഉണർന്നിടട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദേശമെല്ലാം നടന്ന് ഞങ്ങളുടെ ഇടയിൽ അത് സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഓ ദേശമെല്ലാം. ആത്മാവിലൊന്ന് ചേർന്ന് പറയുമോ, വരൾച്ചകൾ നീക്കാൻ, ക്ഷാമങ്ങൾ തീർക്കാൻ പെയ്തിറങ്ങുന്ന മഴയിൻ നാദം കേൾക്കും നീതാ. ഓ വരൾച്ചകൾ നീക്കാൻ, ക്ഷാമങ്ങൾ തീർക്കാൻ പെയ്തിറങ്ങുന്ന മഴയിൻ നാദം കേൾക്കും നീതാ. ഓ ക്ഷാമകാലം നീങ്ങിപ്പോകും, ക്ഷേമകാലം വന്നിടുമേ. ക്ഷാമകാലം നീങ്ങിപ്പോകും, ക്ഷേമകാലം. ആത്മാവിൽ എത്ര വരുന്ന മകൾ പറഞ്ഞ് ക്ഷാമകാലം നീങ്ങിപ്പോകും. ഓ ക്ഷേമകാലം വന്നിടുമേ. One more time. ക്ഷാമകാലം നീങ്ങിപ്പോകും, ഓ ക്ഷേമകാലം വന്നിടുമേ. നിത്യരാജ്യം സമീപമായി വേഗം നാം ചേരുമതിൽ. പ്രത്യാശയോടെ നിത്യരാജ്യം സമീപമായി വേഗം നാം ചേരും. ഒരിക്കൽ കൂടി ക്ഷാമകാലം മാറും, ക്ഷാമകാലം നീങ്ങിപ്പോകും, ക്ഷേമകാലം വന്നിടുമേ. ക്ഷാമകാലം നീങ്ങിപ്പോകും, ക്ഷേമകാലം വന്നിടുമേ.
നിത്യരാജ്യം സമീപമായി വേഗം നാം ചേരുമതിൽ. ഓ നിത്യരാജ്യം സമീപമായി വേഗം നാം ചേരുമ. ആത്മമാരി നമുക്കായി ആത്മമാരി പെയ്തിറങ്ങട്ടെ, സഭയെല്ലാം ഉണർന്നിടട്ടെ. ഓ ആത്മമാരി പെയ്തിറങ്ങട്ടെ, സഭയെല്ലാം ഉണർന്നിടട്ടെ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദേശമെല്ലാം നടന്നിടട്ടെ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ എൻ ദേശമെല്ലാം നടന്നിടട്ടെ. ചേർന്ന് പാടുമോ? വരൾച്ചകൾ നീക്കാൻ, ക്ഷാമങ്ങൾ തീർക്കാൻ പെയ്തിറങ്ങുന്ന മഴയിൻ നാദം കേൾക്കുന്നിതാ. ഓ വരൾച്ചകൾ നീക്കാൻ, ക്ഷാമങ്ങൾ തീർക്കാൻ പെയ്തിറങ്ങുന്ന മഴയിൻ നാദം കേൾക്കുന്നിതാ. ഓ ആത്മമാരി പെയ്തിറങ്ങട്ടെ, സഭയെല്ലാം ഉണർന്നിടട്ടെ. ആത്മമാരി പെയ്തിറങ്ങട്ടെ, സഭയെല്ലാം ഉണർന്നിടട്ടെ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദേശമെല്ലാം നടന്നിടട്ടെ. ഓ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദേശമെല്ലാം നടന്നിടട്ടെ. യേശുവിൻ നാമം. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദേശമെല്ലാം നടന്നിടട്ടെ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദേശമെല്ലാം നടന്നിടട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കാര്യങ്ങളെ ഒന്ന് ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആത്മനിറവിൽ അതൊന്ന് പറഞ്ഞ്. ഒരു സാധ്യതയുമില്ലെന്ന് ലോകം പറയുമ്പോൾ, ഒരു സാധ്യതയുമില്ലെന്ന് കാഴ്ചപ്പാടില്ലാത്തവർ പറയുമ്പോൾ, ഇന്ന് പകൽ ആത്മാവിൽ കണ്ണു തുറന്നവർ പറയട്ടെ, ഞങ്ങളുടെ സഭകളിൽ വീണ്ടും ഒരു ആത്മനിറവ്, വീണ്ടും ഒരു ആത്മപകർച്ച, വീണ്ടും ഒരു ആത്മമാരി അത് പെയ്യും. കാരണം ഇന്ന് പകൽ ആത്മാവിൽ ഞങ്ങൾ ആ വലിയ മഴയുടെ മുഴക്കം ഇന്ന് പകൽ ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുകയാണ്. ആത്മമാരി പെയ്തിറങ്ങട്ടെ, സഭയെല്ലാം ഉണർന്നിടട്ടെ. ആത്മമാരി പെയ്തിറങ്ങട്ടെ, സഭയെല്ലാം ഉണർന്നിടട്ടെ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദേശമെല്ലാം നടന്നിടട്ടെ. ഓ അത്ഭുതങ്ങൾ അടയാളങ്ങൾ എൻ ദേശമെല്ലാം നടന്നി. വിശ്വസിക്കുന്നവർ അക്കാര്യങ്ങളെ ഒന്ന് ചേർത്തടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ജീസസ്, വി വർഷിപ്പ് യു ജീസസ്. ഹല്ലേലൂയ. നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ഇന്ന് പകലിൽ ആത്മനിറവിൽ സ്തുതിക്കുവാൻ, കർത്താവിന് മഹത്വം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തരുന്ന നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസനോട് ചേർന്ന്, ശുശ്രൂഷകരോട് ചേർന്ന് ഇന്ന് പകലിലും ആ കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ഒക്കെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. നമ്മൾ പാടിയതുപോലെ ആത്മപാരി ഇന്ന് പകലിൽ ഇതിനകത്ത് പെയ്തിറങ്ങട്ടെ. സഭയ്ക്കകത്തൊരു ഉണർവ് സംഭവിക്കട്ടെ. സഭയുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറട്ടെ. അല്പസമയങ്ങൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ വായ്കളെ തുറന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ വായ്കൾ കൊണ്ട് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മമാരി ഇതിനകത്ത് ചലിക്കട്ടെ. കുടുംബങ്ങളുടെ മേൽ, സഭയുടെ മേൽ, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും ദൈവത്തിന്റെ കൃപ ചലിക്കേണ്ടതിന് അല്പസമയങ്ങൾ എല്ലാ ആധാരങ്ങളും തുറന്ന് ഇത്രയും സമയങ്ങൾ നമ്മൾ കർത്താവിന് ഒന്നിച്ച് മഹത്വം കൊടുക്കുകയായിരുന്നു. വീണ്ടും നമ്മൾ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിനകത്തെല്ലാം ആ ദൈവകൃപ ചലിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പല സാഹചര്യങ്ങളിൽ പല സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവിനെ ഇന്ന് പകലിൽ നമ്മൾ ഉയർത്തുമ്പോൾ ഇന്ന് പകലിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ കരം നമ്മുടെ കൂടിയിരിക്കും. ഹല്ലേലൂയ. ആ ഹൃദയമെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പകർന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നന്നായി അറിയുന്ന ഒരു കർത്താവ് ഇന്ന് പകൽ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്.
എനിക്ക് വേണ്ടി ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് എന്റെ കൂടെയുണ്ട്. ആരൊക്കെ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, ആരൊക്കെ നമ്മൾ ഇന്ന് അകന്നു മാറിയാലും, മാറാത്ത ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ ഭയങ്ങളും മാറട്ടെ, എല്ലാ നിരാശകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആത്മമാരി എൻ്റെ മേലൊന്ന് പകരണമേ. എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. എൻ്റെ ഹൃദയം മുഴുവനുമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും കർത്താവിന് മഹത്വം കൊടുത്താട്ടെ, ആരും മൗനമായിരിക്കാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, വാ എൻ ജീവനാഥനായ ഉള്ളത്തിൽ. യേശുവേ വാ, ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ വാ, എൻ ജീവനാഥനായ ഉള്ളത്തിൽ. യേശുവേ വാ. എല്ലാവരും ഒന്ന് പാടിയാണ്. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ വാ, എൻ ജീവനാഥനായ ഉള്ളത്തിൽ. യേശുവേ വാ. ഇന്ന് പകലിലെ ആരാധനയുടെ നടുവിൽ എല്ലാ ഹൃദയങ്ങളും ഒന്ന് തുറന്ന്, യേശുവേ അങ്ങന്റെ ഉള്ളിലൊന്ന് വരണമേ. കുഞ്ഞുങ്ങൾ, യങ്സ്റ്റേഴ്സ് എല്ലാവരുടെയും, മുതിർന്നവർ, പ്രായമുള്ളവർ എല്ലാവരും ഒന്നിച്ച് ഇന്ന് പകലിൽ നമ്മുടെ എല്ലാം ഹൃദയം ഒന്ന് തുറന്ന്, ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളുടെ ഉള്ളിൽ ഭാരങ്ങളായിരിക്കാം, എന്നാൽ ഇന്ന് പകൽ ആ ഭാരങ്ങളെല്ലാം ആ ഹൃദയത്തിൽ നിന്ന് മാറി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു വരട്ടെ. ഭാരങ്ങൾ, വേദനകൾ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ എല്ലാം ആ ഹൃദയങ്ങൾ ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. അതുകൊണ്ട് എല്ലാവരും യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. എല്ലാ വായ്കളും തുറന്ന് എന്നവസ്ഥ മാറ്റും. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ഒരു പ്രാവശ്യം കൂടെ ശബ്ദമുയർത്തി, ഓ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. പരിശുദ്ധരെ, ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ, ഞങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാ ദൈവജനങ്ങളും ചലിപ്പിച്ചു വായ്കളെ തുറന്ന്, യേശു ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്, യേശു നമ്മുടെ കൂടെയുണ്ട്. ഓ ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുന്നവർ, ഇന്ന് പകലിൽ നിങ്ങളുടെ കൂടെ ആരുമില്ലായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങളായിരിക്കാം, എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ. ഓ ജീസസ്, യേശു വന്നിട്ടുണ്ട് നിങ്ങളുടെ അവസ്ഥയെ മാറ്റുവാൻ, നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ ഭാരങ്ങളെ എടുത്തു മാറ്റുവാൻ. ഹല്ലേലൂയ. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നോ യേശു
പോകാത്തോ യേശു മാത്രം എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നോ. ഹല്ലേലൂയ. യേശു മാത്രം എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം. ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും കരയുന്നത് ഈ ലോകത്തിലുള്ള പലർ കണ്ടിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ വേദനകൾ ഈ ലോകത്തിലുള്ള ആരും കണ്ടിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ കണ്ടിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ കൂടെയുള്ളവർ അറിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാൽ നിങ്ങളുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കുന്നൊരു യേശു, ഹല്ലേലൂയ, നിങ്ങളുടെ കണ്ണുനീരിനെ കാണാതെ പോകുന്ന ഒരു ദൈവമല്ല. ഇന്ന് പകലിൽ വ്യക്തിപരമായി ദൈവം നിങ്ങളെ തൊടുന്ന പകല, നിങ്ങളുടെ സാഹചര്യങ്ങളെ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്ന പകലായി ഇത് മാറട്ടെ. എന്റെ കരച്ചിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. എന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. യെസ്, ഹല്ലേലൂയ. എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം. എന്റെ കരച്ചിലിന്റെ ശബ്ദം, എൻ കരച്ചിൽ ശബ്ദം കേൾക്കുന്നോ യേശു മാത്രം. എൻ കണ്ണുനീർ കടന്നു പോകാത്തോ അത് യേശു മാത്രം. യേശു മാത്രം. അതുകൊണ്ട് എന്റെ രക്ഷകനെ, എന്റെ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. എന്റെ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രം. എന്റെ രക്ഷകനെ, എന്റെ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രം. ഒരു പ്രാവശ്യം കൂടെ എന്റെ രക്ഷകൻ, ഓ എന്റെ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. ഓ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, എന്നും ജീവിക്കും. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കും. പരിശുദ്ധരേ, യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ. ഓ ഹല്ലേലൂയ. യേശുവേ, ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ. വാ, എൻ ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ വാ. യേശുവേ,
ഹൃദയത്തിന്നിട്ടുണ്ട് ഇന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നോ യേശുവേ. ഹല്ലേലൂയ. യേശു വന്നിട്ടുണ്ട് ഇന്നവസ്ഥയെ മാറ്റാൻ. ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്നും നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന, എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറി യാഗമായി തീർന്ന ആ നല്ല കർത്താവിനെ ഇന്ന് പകലിൽ ഉയർത്തുന്നത് എന്റെ ജീവിതത്തിലെ ഭാഗ്യ പദവി എന്ന് പറയുക. ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നോ യേശുവേ. Hallelujah. Jesus, we worship you, God. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് Hallelujah. യേശു ഇന്ന് പകലിൽ നമ്മുടെ കൂടെയുണ്ട്? Yes. യേശു നമ്മുടെ അരികിലുണ്ട്. യേശു ഇന്ന് പകൽ ഇതിൻ്റെ അകത്തുണ്ട്. എത്ര പേർക്ക് കർത്താവിനെ ആരാധിക്കുന്നതിൽ സന്തോഷമുണ്ട്? Hallelujah. Yes. നമ്മുടെ ഹൃദയത്തിന്റെ വാതിലൊക്കെ തുറന്ന് നമ്മുടെ ഉള്ളിലായ യേശു വന്നു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ആരാധനയായി മാറേണ്ടത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് വേദനകളായിരിക്കാം, നിരാശകളായിരിക്കാം, ദുഃഖമായിരിക്കാം, ഭാവിയെ പറ്റിയുള്ള ആശങ്കകളായിരിക്കാം. എന്നാൽ ഇന്ന് പകലിൽ അതിനെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതം മാറും പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ യേശു എപ്പോൾ വരുന്നോ അവിടെ നിങ്ങൾ വ്യത്യസ്തനാകാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളത്തിൽ യേശു എപ്പോൾ വരുന്നോ നിങ്ങൾ ആള് മാറിയവനെ പോലെയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ അനുഭവമുണ്ട്? ഇന്ന് പകലിൽ നമ്മുടെ കൂടെ എൻ്റെ യേശുവുണ്ട്, നമ്മുടെ കൂടെ എൻ്റെ യേശുവുണ്ട്. ഹല്ലേലൂയ. കൂടെ എൻ്റെ യേശുവുണ്ട്. ഇന്ന് പകലിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, എൻ്റെ കൂടെ എൻ്റെ യേശുവുണ്ട്, എൻ്റെ കൂടെ എൻ്റെ യേശുവുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കൂടെ എൻ്റെ യേശുവുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നെന്ന് പറഞ്ഞ ഇത്രയും ഉറപ്പ് തരുവാൻ കഴിയുന്ന ഈ ലോകത്തിൽ ആരുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന ദൈവത്താൽ മാത്രം. നമ്മൾ സ്തുതിക്കുന്ന കർത്താവല്ലാതെ ഈ ഉറപ്പ് തരുവാൻ ഈ ലോകത്തിലെ ഒരു വ്യക്തികൾക്കും കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഒന്ന് പറഞ്ഞ്, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നെ സഹായിപ്പാൻ എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്, എന്നെ ശക്തീകരിക്കാൻ എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് പറഞ്ഞേ, അപ്പാ എൻ്റെ കൂടെ അങ്ങുള്ളതാണ് എൻ്റെ ധൈര്യം, അങ്ങെൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ബലം. നിങ്ങൾ പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ കൂടെയുള്ള പലർക്കും നമ്മളെ പല സമയങ്ങളിലും അറിയാതിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏകാന്തതകളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും നിങ്ങളെ അറിയുന്ന ഒരാളുണ്ട്, അത് യേശുവാണ്. ഇന്ന് പകലിൽ നമ്മൾ ആരാധിക്കുന്ന കർത്താവ് നമ്മളെ നന്നായി അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മറ്റാർക്കും നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത പല സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളെ ആശ്വസിപ്പാൻ, നിങ്ങളെ ശക്തീകരിക്കാൻ, നിങ്ങൾക്ക് ബലം തരുവാൻ കഴിയുന്ന ഒരു ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവമാണെന്ന് ഉറപ്പുള്ളവർ നിങ്ങളുടെ ശബ്ദവും കരവും ഉയർത്തി കർത്താവിന് അല്പസമയങ്ങൾ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പറഞ്ഞേ, കൂടെ എൻ്റെ യേശുവുണ്ട്, കൂട്ടിനവനാ എൻ്റെ കൂടെ വരും. കൂരിരു താഴ്വരി കൂടി കടന്നു പോയാലും ഞാനും നിങ്ങളും ഒരു അനർത്ഥവും ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ കർത്താവിന്റെ തിരുസാന്നിധ്യം ഇന്ന് പകലിൽ നമ്മൾ ആരാധിക്കുന്ന ഇടത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എന്നിട്ട് പറഞ്ഞേ, കൂടെ എൻ്റെ യേശുവുണ്ട്, കൂട്ടിനായ അവൻ എൻ്റെ കൂടെയുണ്ട്. കൂരിരു താഴ്വരി കൂടി നടന്നു പോയാലും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ആ നല്ല കർത്താവിനെ നമ്മൾ ഇന്ന് പകലിൽ പാടി മഹത്വപ്പെടുത്തുമ്പോൾ ആ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ചലിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ. കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്
കൂട്ടിനായി അവനെന്നും കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായി അവനെന്നും കൂടെയുണ്ട്. കുഴിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായി തൻ കൂടെയുണ്ട്. കുഴിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായി ഉറപ്പോടെ പറഞ്ഞ് കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായി അവനെന്നും കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായി അവനെന്നും കൂടെയുണ്ട്. കുഴിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായി തൻ കുഴിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായി തൻ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ ഇന്ന് പകലിൽ ആ ഉറപ്പുള്ളവർ പറഞ്ഞ് കൂട്ടിനായ എന്റെ യേശു. കുഴിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായി തൻ കൂടെയുണ്ട്. കുഴിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായി തൻ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്. എന്നൂര ചെയ്തവൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്. എന്നൂര ചെയ്തവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, കാരണം മരണത്തെ ജയിച്ചവൻ. ഹല്ലേലൂയ. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ച ഒരു പ്രാവശ്യം കൂടെ പാടുകയും. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്. എന്നൂര ചെയ്തവൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്. എന്നൂര ചെയ്തവൻ കൂടെയുണ്ട്. പേടിക്കയില്ല ഞാൻ മരണത്തെയും, കാരണം മരണത്തെ ജയിച്ചവൻ. ഹല്ലേലൂയ. പേടിക്കയില്ല ഞാൻ മരണത്തെയും, മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായി അവനെന്നും കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായി അവനെന്നും കുഴിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായി തൻ കൂടെയുണ്ട്. കുഴിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായി തൻ ആഴിയിനാഴത്തിൽ കൂടെയുണ്ട്. ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആഴിയിനാഴത്തിൽ കൂടെയുണ്ട്. ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആവശ്യമേരത്തൻ കൂടെയുണ്ട്. ആശ്വാസദായകൻ അതനുഭവിക്കുന്നവർ ആവശ്യമേരത്തൻ കൂടെയുണ്ട്. ആശ്വാസദായ ആഴിയിനാഴത്തിൽ കൂടെയുണ്ട്. ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആഴിയിനാഴത്തിൽ കൂടെയുണ്ട്. ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആവശ്യമേരത്തൻ കൂടെയുണ്ട്. ആശ്വാസദായകൻ ആവശ്യമേരത്തൻ കൂടെയുണ്ട്. ആശ്വാസദായകൻ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായി അവനെന്റെ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായി അവനെന്നും കൂടെയുണ്ട്. കുഴിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായി തൻ കൂടെയുണ്ട്. കുഴിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായി തൻ വെള്ളത്തിൽ കൂടെ ഞാൻ നടന്നിടിലും വെള്ളമെൻ മീതെ കവിയുകില്ല. വെള്ളത്തിൽ കൂടെ ഞാൻ നടന്നിടിലും വെള്ളമെൻ മീതെ കവിയുകില്ല. പോകില്ല ഞാൻ തീർ നടന്ന എന്നോട് കൂടെയുണ്ട്.
വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്ന എൻ താതൻ എന്നോട് പറഞ്ഞ് വെള്ളത്തിൽ കൂടെ ഞാൻ നടന്നിടിലും വെള്ളാമൻ മീതെ കവിയുമില്ല. വെള്ളത്തിൽ കൂടെ ഞാൻ നടന്നിടിലും വെള്ളാമൻ മീതെ കവിയുമില്ല. വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്ന എൻ താതൻ എന്നോട് കൂടെയുണ്ട്. വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്ന എൻ താതൻ എന്നോട് കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയും. ഉറപ്പുള്ളവർ പാടിക്കും ഇന്ന് പകലിൽ നമ്മുടെ കൂടെയുള്ള കർത്താവ്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായ അവന്റെ കൂടെയുണ്ട്. കുരിരുത്താൾ വരെ കൂടെയുണ്ട്. കൂട്ടാളിയായി ഹല്ലേലൂയ. കുരിരുത്താൾ വരെ കൂടെയുണ്ട്. കൂട്ടാളിയായി ഒരു പ്രാവശ്യം കൂടെ. പേടിക്കയില്ല ഞാൻ മരണത്തെയും. എല്ലാ മരണഭീതികളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ ഭയങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ നിരാശകളും മാറട്ടെ. തുടരകല ശതനാദര പരിശുദ്ധാത്മാവേ. പേടിക്കയില്ല ഞാൻ മരണത്തെയും. മരണത്തെ ജയിച്ചവൻ കാരണം യേശു കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായ അവന്റെ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായ അവന്റെ കൂടെയുണ്ട്. കുരിരുത്താൾ വരെ കൂടെയുണ്ട്. കൂട്ടാളിയായിട്ട് കുരിരുത്താൾ വരെ സൂര്യനും താഴ്വരയും കൂടി കടന്നു പോയാലും നീ ഒരു അനർത്ഥവും ഭയപ്പെടണമെന്ന് പറഞ്ഞ കർത്താവിന്റെ തിരു സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ ഭാരങ്ങളും മാറട്ടെ. എല്ലാ നിരാശകളും മാറട്ടെ. ഇന്ന് പകൽ യേശു നമ്മുടെ കൂടെയുണ്ട്. താഴ്വരെ കൂടെയുണ്ട്. ഇന്ന് പകലിൽ ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ടാവട്ടപ്പ. യേശു ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഇന്ന് പകൽ ആ ബോധ്യമില്ലാത്ത ദൈവജനത്തിന്റെ പേര് ഇന്ന് പകൽ യേശു കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് കൊടുക്കുന്ന പകലിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ വിശ്വസിക്കുന്നപ്പ അങ്ങ് ഞങ്ങളുടെ കൂടുള്ളത് കൊണ്ട് ഈ ലോകത്തിൽ ഒരു ശക്തികൾക്കും ഞങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞങ്ങളോട് കൂടിയിരിക്കുന്ന ദൈവ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വിശ്വസതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എപ്പോഴും ഞങ്ങളുടെ കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസതയ്ക്കായി നന്ദി പറയുന്നു. ഏത് സാഹചര്യത്തിലും ഏത് നേരത്തും ഞങ്ങളുടെ കൂടിയിരിക്കുന്ന ദൈവ കൃപയ്ക്കായി. ഹല്ലേലൂയ. കൂട്ടാളിയായിട്ട് കൂടെയുണ്ട്. കുരിരുൾ താഴ്വരെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കുരിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായിട്ട് കൂടെയുണ്ട്. കുരിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായിട്ട് കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായ അവനെന്നും കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായ അവനെന്നും കൂടെയുണ്ട്. കുരിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായിട്ട് കൂടെയുണ്ട്. കുരിരുൾ താഴ്വരെ കൂടെയുണ്ട്. കൂട്ടാളിയായിട്ട് കൂടെയുണ്ട്. ഇന്ന് പകലിൽ നമ്മുടെ കൂടെ യേശുവുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ യേശു കർത്താവുണ്ട്. ഉറപ്പുള്ള എല്ലാവരും ഒരു നിമിഷം കൂടെ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് കർത്താവിനോട് നന്ദി പറഞ്ഞാൽ, യേശുവേ അങ്ങ് ഞങ്ങളുടെ കൂടുണ്ടല്ലോ,
ചില സമയങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോൾ മറ്റാർക്കും നികത്താനാവാത്ത ഇടങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആ വിടവുകൾ നീക്കുവാൻ ഒരു മനുഷ്യനും കഴിയാത്ത പല സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരാം. പക്ഷെ ആ സാഹചര്യത്തിലും കൂട്ടിനായി അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഇന്ന് പകലിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ചിലരെയൊക്കെ ഇന്ന് പകലിൽ ദൈവം ബലപ്പെടുത്തുന്ന പകലാണ്. ഹല്ലേലൂയ. ചിലയിടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി പേർ ഇന്ന് പകൽ ആരാധനാലയത്തിന് ഈ ആരാധന കാണുന്ന ഇടങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടാവാം. എന്നാൽ ഇന്ന് പകലിൽ വിശ്വസിക്കുക, യേശു നമ്മുടെ കൂടെ ഉണ്ട്. കൂട്ടിനാ യേശു നമ്മുടെ കൂടെ ഉണ്ട്. ഭയപ്പെടേണ്ടെന്ന് അരുളി ചെയ്തൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. തീയിൽ കൂടി കടന്നു പോയാൽ വെന്തു പോകത്തില്ലെന്ന് പറഞ്ഞൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടെ നടന്നാൽ നീ മുങ്ങിപ്പോകുകയില്ലെന്ന് പറഞ്ഞൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. കൂരിരുൾ താഴ്വര കൂടെയുണ്ട്, കൂട്ടാളിയായിട്ട് കൂടെയുണ്ട്. കൂരിരുൾ താഴ്വര കൂടെയുണ്ട്, കൂട്ടാളിയായിട്ട് കൂടെയുണ്ട്. ഞങ്ങളുടെ പ്രിയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് പകൽ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി നന്ദി. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ ചേർത്തടയ്ക്കുന്ന ആ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഭയപ്പെടേണ്ടെന്ന് അരുളിയ ഒരു ദൈവം, എല്ലാ നാളിലും ഞാൻ നിങ്ങളോട് കൂടിയിരിക്കാമെന്ന് പറഞ്ഞൊരു കർത്താവ്, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നപ്പാ. ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടുള്ളതാണ് ഞങ്ങളുടെ ബലം. പല സാഹചര്യങ്ങളുടെ നടുവിലും ഒറ്റപ്പെട്ടു പോകുന്ന, വീണു പോകുന്ന ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴും ഞങ്ങളെ നിർത്തുന്നത് അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ള ബലമാണ്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് ചേർന്നിരിക്കുന്നതാണ്. ഇന്ന് പകലിലും ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. ഇന്ന് പകലിലും ഞങ്ങളുടെ മേൽ പകർന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. തുടർന്ന് അവിടുത്തെ വലിയ കൃപയിൽ ഞങ്ങളെ ഇരുത്തണമേ. ഞങ്ങളോട് അവിടുന്ന് വീണ്ടും സംസാരിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്.